ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് അങ്ങോട്ട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഹലോ മച്ചാവരെ, ടെക് ഫോർ ട്രാവലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ മാവരപ്പാറ കാണാൻ പോവുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് നമ്മൾ നേരെ ഓമല്ലൂർ, കൈപ്പട്ടൂർ, തുമ്പമൺ കയറിയാണ് നമ്മുടെ മാവരപ്പാറയിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ കാണാനുള്ളവരുണ്ടെങ്കിൽ ഐക്കാർഡിൽ കൊടുത്തേക്ക് ഒന്ന് കയറി കാണുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ യാത്ര നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഓമല്ലൂരാണ്. പ്രശസ്തമായ വയൽവാണിഭം നടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നിരവധി ആൾക്കാരാണ് അന്നേ ദിവസം ഇവിടെ എത്തുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കൈപ്പട്ടൂരാണ്. ഇവിടുന്ന് നമുക്ക് പന്തളം റൂട്ടാണ് പോകേണ്ടത്. അപ്പോൾ തുമ്പമണ്ണാണ് നമ്മുടെ ജംഗ്ഷൻ. അവിടെ ചെന്ന് നമ്മൾ ടേൺ ചെയ്താണ് മാവരപ്പാറയിലേക്ക് കയറുന്നത്. അപ്പോൾ തുമ്പമൺ കഴിഞ്ഞ് ഈ സ്പോട്ടിൽ വരുമ്പം ഇങ്ങനൊരു കുരിശടി കാണാം. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ കൂടെ അവരെല്ലാം മുന്നിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് നമ്മൾ പതുക്കെ പോവുകയാണ്. ടെക് ഫോർ ട്രാവലോഗിൻ്റെ വീഡിയോസ് എല്ലാം എല്ലാവരും കാണുക. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇപ്പോൾ നമ്മൾ മാവരപ്പാറ കാണാൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ട് നടന്നങ്ങോട്ട് കയറുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ഞെട്ടാൻ തയ്യാറായിക്കോ. ഇവിടുത്തെ ഒരു വ്യൂ ഞാൻ നിങ്ങളെ ആദ്യം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, കണ്ടോ? അയ്യോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. പറഞ്ഞറിയിക്കാൻ അമ്മാതിരി എന്ന് വെച്ചാൽ അമ്മാതിരി വ്യൂ ആണ്.
അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ആ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് അങ്ങോട്ട് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഇത് കണ്ടോ, ഇത് ഇത്രയും ഒരിക്കലും പ്രതീക്ഷയില്ല. അമ്മാതിരി ഒരു വ്യൂ ആണ്. അജാതി എന്ന് പറഞ്ഞാൽ ജാതി സ്ഥലമാണ് കേട്ടോ. അപ്പോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം കേട്ടോ. അതുപോലത്തെ ഒരു വ്യൂ ആണ് ഫ്രണ്ട്സ് ഇവിടെ നിന്നുള്ളതെന്ന് പറഞ്ഞാല്. നിങ്ങളിത് കണ്ടോ, ഇത് കണ്ടോ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച. അതുപോലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. പറ്റത്തില്ല കൂട്ടുകാരെ, അതുപോലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോ നമുക്ക് നമ്മുടെ പാറയിലോട്ട് കയറാം. അയ്യോ, ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച കണ്ടോ, കണ്ടോ, ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇത് കണ്ടോ. ഒന്നും പറയാനില്ല, പൊളി. അയ്യോ, ഒന്നും പറയാനില്ല കേട്ടോ, ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ അതുപോലാണ്. കണ്ടോ, വളരെ ഡേഞ്ചറാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക, ഭയങ്കര ഡേഞ്ചറാണ്. ഒന്ന് കാല് തെറ്റിപ്പോയാൽ തീർന്നു. അതുപോലാണ്. ഒരു അത്യാവശ്യം നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പം ഇതിപ്പോൾ ഒത്തിരി ആളറിഞ്ഞു വരുവാണെങ്കിൽ അതുപോലെ കിടു സ്ഥലമാണ്. പക്ഷേ കുറച്ച് റിസ്ക്കും കാര്യങ്ങളും ഒക്കെ ആണ് ഇവിടുത്തെ. കണ്ടില്ലേ ഈ മുകളിൽ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. കാരണം ഒന്ന് കാല് വഴുതി പോയാൽ തീർന്നു. പക്ഷെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്ന അന്യായ വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു നൈറ്റ് ഷോട്ടിനാണ് 2020 ബെസ്റ്റ് ഫോട്ടോ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് ആ ഫോട്ടോ എടുത്തത് നമ്മുടെ പന്തളത്തുള്ള ഒരു ചേട്ടനാണ്. അപ്പോൾ നമ്മൾ മാവരപ്പാറ ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണിത്. നമ്മളപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ താഴ്ഭാഗത്തോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗം വന്നിരിക്കുകയാണ്. അയ്യോ, ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച, ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ മേളി മുമ്പേ ആ പാറയുടെ മണ്ടയ്ക്ക് നിന്ന് കണ്ടത്. അപ്പോൾ നമ്മൾ ആ ഭാഗത്തോട്ട് നടക്കുകയാണ്. അങ്ങോട്ടും വഴിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ കാണുന്ന അങ്ങോട്ടും വഴിയുണ്ട്. നമ്മൾ കയറി ആ പാറട്ടെ നേരെ താഴ്വശത്തോടാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ലേ ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്.
അപ്പോൾ മാവരപ്പാറയുടെ ഓളങ്ങളിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിക്കുകയാണ്. ടെക് ഫോർ ട്രാവലോഗിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയായി ഞങ്ങൾ മറ്റന്നാൾ വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നമ്മുടെ പഴയ വീഡിയോ ഇട്ടിരിക്കുന്ന ഒക്കെ എല്ലാവരും കാണുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.